ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെയുള്ള വീഡിയോസൊന്നും എന്തായാലും എടുത്തിട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, തിങ്കളാഴ്ച ദിവസമാണ്, മോന് സ്കൂളിൽ പോകണം. മാത്രമല്ല ഞാൻ താമസിച്ചാണ് എണീച്ചത്. പിന്നെ അവനെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലായിപ്പോയേ. ശനി ഞായർ സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം അവൻ സ്കൂളിൽ പോകാൻ വലിയ പാടാണ് കേട്ടോ. അവനെന്നല്ല, ഒരുവിധമുള്ള കൊച്ചുങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. 2 ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ അതൊരു സുഖമായിട്ട് മാറും. ഇന്നാണെങ്കിൽ ആശാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ പോവാൻ. അമ്മയാണ് ഫുഡൊക്കെ കൊടുത്തത്. അവൻ കുറുക്കാണ് കേട്ടോ കൊടുത്തത്, വേറൊന്നുമല്ല. അവന് രാവിലെ വേറെ ഫുഡൊക്കെ ആണെങ്കിൽ കഴിക്കാൻ വലിയ പാടാണ്. കുറുക്കാകുമ്പോൾ അതൊന്ന് കോരി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുടിച്ചോളും. പിന്നെ കൂട്ടുകാരനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ഹാപ്പിയായി കേട്ടോ. പിന്നെ അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചേട്ടോ. ദോശയും ഒരു പ്രത്യേക തരം ചട്നിയായിരുന്നു. എൻ്റെ റെസിപ്പിയാണ്. ഞാനത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് അമ്മ വെച്ചു. അമ്മയും ഇപ്പോൾ എളുപ്പത്തിന് അതാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് ഇത്തിരി എരിവുണ്ടായിരുന്നേ. എരിവുണ്ടെന്നല്ല, അമ്മ പൊതുവെ എരിവിടും. ഞാൻ തീരെ എരിവ് കുറച്ചായതുകൊണ്ട് എനിക്ക് വലിയ പാടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. അടുത്താണ് കേട്ടോ. അവൾക്ക് പൊതിച്ചോറിൻ്റെ ബിസിനസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അവളെ മോനാണ് കേട്ടോ കുറച്ച് മുന്നേ കണ്ടത്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് മാങ്ങ അച്ചാറിട്ടതൊന്ന് രുചിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് ആശ്വാസമായത്. പിന്നെ അവളെ ജോലി നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോനെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് ആ ചെരുപ്പൊക്കെ തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നോട് വരാൻ ഇറങ്ങിയതാണേ. അങ്ങനെ പതുക്കെ അതാ വരുന്നുണ്ട്. ആൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞ കേട്ടോ. അവന് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ എടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നെ വിളിക്കുന്ന ശ്രീകുട്ടി എന്നാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവന് വേടൻ്റെ സോങ് കാണണം. അങ്ങനെ ഞാൻ പിന്നെ അത് വെച്ചു കൊടുത്ത് അതിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് മോന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ലിച്ചൂസ് എവിടെയെന്ന്. ലിച്ചൂസ് ഉണ്ടെന്നും പറഞ്ഞാണ് കേട്ടോ എൻ്റെ കൂടെ വന്നത്. അങ്ങനെ അവ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം അവന്. അതുപോലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എന്നെ പേടിച്ചാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് തന്നെ. ടി വിയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തോ നേരത്തെ ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് എന്തോ അതിനകത്ത് വീണ് കേട്ടോ. അങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ കൊണ്ടാക്കാനായിട്ട് പോയി. അപ്പോൾ അവളോട് പൊതിച്ചോറ് കെട്ടായിരുന്നു. അങ്ങനെ അവൾ ചോറ് പൊതിയെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു മോഹം കേട്ടോ. അങ്ങനെ ആ പണി ഞാനങ്ങ് ഏറ്റെടുത്തു. ചോറിൻ്റെ കൂടെ പയറുതോരൻ, ചമ്മന്തി, മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, പിന്നെ ചക്ക കൂട്ടാൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ മോര് കറി, പപ്പടം, മാങ്ങാച്ചാർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും നേരെ വീട്ടിലോട്ട് വന്ന് ചോറ് കഴിച്ചു കേട്ടോ. ചോറിൻ്റെ കൂടെ ബീട്രൂട്ട് തോരൻ, ഒരു ഒഴിച്ച് കറി, പൊരിച്ച മീനായിരുന്നു കേട്ടോ. അത്രയും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റാണേ. പൊരിച്ച മീനും മോര് കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. എൻ്റെ ലിച്ചൂസിനാണെങ്കിൽ അത് മാത്രം മതി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് തുണിയും കൂടെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ 4 മണിയായപ്പോഴത്തേക്ക് ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.